കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോറിന്റെ ചാപ്റ്റർ 313 ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബ്ലാക്ക് ലോറിനെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ പേരും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ യാമയുടെ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് വരുന്നത്. പുള്ളിക്കാരനെ ഗ്രിമ്മോറും പിടിച്ചിട്ട് ഒരു കടലിന്റെ ഒക്കെ സൈഡിൽ മാറിയിരിക്കുക. പുള്ളിക്കാരന് ഒത്തിരിയധികം ബാഡ് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. അതെല്ലാം പുള്ളിക്കാരൻ മനസ്സിലേക്ക് വരുവാണ്. ഡാർക്ക് മാജിക്കോ, ആർക്കാണ് ഇങ്ങനത്തെ ഒക്കെ മാജിക് കിട്ടുന്നത്? അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങനെയാണ്, അവരുടെ അടുത്തേക്കൊന്നും പോകാൻ നിൽക്കുന്നു വേണ്ട, ചിലപ്പോൾ വല്ല ശാപം എല്ലാം കിട്ടിയാലൊന്നും നമ്മുടെ യാമിനെ എല്ലാവരും തന്നെ പറയും. പുള്ളിക്കാരൻ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെയാണ് ഒരു ദിവസം നമ്മുടെ വിസാർഡ് കിങ്ങിനെ നമ്മുടെ യാമി കണ്ടുമുട്ടുന്നത്. പുള്ളിക്കാരനായിട്ട് വളരെയധികം എക്സൈറ്റ്മെന്റിലാണ്. ഡാർക്ക് മാജിക്കോ, അത് കൊള്ളല്ലോ, ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ല, ഇതിന്റെ പവേഴ്സ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ വളരെയധികം എക്സൈറ്റ്മെന്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ നാച്ചായിട്ട് പുള്ളിക്കാരൻ പരിചയപ്പെടുന്നത്. നാച്ചായിട്ട് പറയുന്നുണ്ട്, എന്റെ മുഖം കണ്ടിട്ട് കുറച്ച് ഈവൽ ലുക്ക് ഉണ്ടല്ലോ, പക്ഷെ നീ എന്നെ പേടിപ്പിക്കുന്നൊന്നുമില്ല, അത് നീ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മുടെ യാമിനൊക്കെ കളിയാക്കും. അവിടെ നമ്മുടെ മോർഗനെയും പരിചയപ്പെടുന്നുണ്ട്. പുള്ളിക്കാരനായിട്ട് വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ യാമിക്ക് നന്നായിട്ട് തന്നെ മോർഗൻ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള ഓരോ ക്യാപ്റ്റൻസിനെ പുള്ളിക്കാരൻ പരിചയപ്പെടുവാണ്. എല്ലാവരും തന്നെ വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഈ ഡാർക്ക് മാജിക് എന്ന് പറഞ്ഞ സാധനം തന്നെ ആരും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഈ ടീമിലുള്ളത് എന്ത് നല്ല കാര്യമാണല്ലോ യാമി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയധികം മാജിക് നൈറ്റ്സ് ഓട്ടോ നമ്മൾ പരിചയപ്പെട്ടത്. എല്ലാവരുമായിട്ട് നിൽക്കാൻ നേരത്ത് തന്നെ ഒരു എനർജി ഒക്കെ ഉണ്ട്. നീ പറഞ്ഞത് ശരിയാണ്, എല്ലാവരും നിൽക്കുന്ന നേരത്ത് അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. അവരൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് എന്റെ മാജിക് ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എടാ, നിനക്കൊരു കാര്യം അറിയാവോ, എത്ര ഭയാനകമായ ഒരു മാജിക് ആണെങ്കിൽ കൂടിയും അത് യൂസ് ചെയ്യുന്ന ആളിനനുസരിച്ചായിരിക്കും ആ മാജിക്കിനെ ഒരു വേർതിരിക്കുന്നത്. നിനക്കൊരു കഴിവുണ്ട് യാമി, നീ ഒരു മണ്ടനാണെങ്കിൽ കൂടിയും നിനക്കൊരു കഴിവുണ്ട്, കൂട്ടത്തിലുള്ള എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഒരു കഴിവ്. എന്റെ മനസ്സ് പറയുന്നത് നിനക്കൊരു നല്ലൊരു ക്യാപ്റ്റനായി മാറാവുന്നതാണ്. ഒരു ടീമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ആ ടീം സൂപ്പർ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. മോർഗൻ, വെറുതെ മണ്ടത്തിലൊന്നും വിളിച്ചു പറയല്ലേ, അതൊക്കെ നിന്നെ പോലുള്ള കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ പോലുള്ള തലതെറിച്ചവന്മാർക്കൊന്നും അത് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ ഇരിക്കാൻ നേരത്തായിരുന്നു നമ്മുടെ മോർഗൻ മരിക്കുന്നത്. പുള്ളിക്കാരന്റെ ശവകുടീരത്തിന്റെ സൈഡിലാകട്ടെ നാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ യാമി നമ്മുടെ നാച്ചിനെ കാണാൻ പോകും. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാച്ചിനെ കാണാൻ നേരത്ത് യാമിക്ക് കുറെ അധികം ഓർമ്മകൾ വരികയും ചെയ്യും. എടാ, സത്യം പറയുവാണെങ്കിൽ ഇതെനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല, എങ്കിലും ഞാൻ പറയുവാണ്, എന്റെ ബ്രദറിന്റെ ഫീലിങ്സ് എന്നെക്കാട്ടി നന്നായിട്ട് നിനക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീ അവനെ നോക്കിക്കോണേ. ഒരു ദിവസം ഞാൻ ഒരു ടീം ക്രിയേറ്റ് ചെയ്യും. എനിക്കറിയാം എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും നല്ല പിള്ളേരൊക്കെ നോക്കിയെടുക്കും, ബ്രില്യൻ്റ് ആയിട്ടുള്ള കഴിവുള്ളവരെല്ലാവരും. ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് കഴിവുണ്ടായിട്ട് പോലും മുന്നേറാൻ പറ്റാത്ത പലരെയായിരിക്കും, നഷ്ടമൊക്കെ സഹിക്കുന്നവരെയായിരിക്കും, ആർക്കും തന്നെ വേണ്ടാതെ കിടക്കുന്ന കുറേയധികം ജീവനുകളില്ലേ, അവരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ചിലപ്പോൾ നശിക്കുമായിരിക്കും. എന്നിട്ടും അവരെല്ലാം സഹിച്ച് നിൽക്കുന്നവർ അവരെയായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ങർ ആകാൻ പോവാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെല്ലാം ഒന്ന് മേടിച്ചിട്ട് നടക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ യാമി ബ്ലാക്ക് ബോൾസിലുള്ള ഓരോരുത്തരെയും സെലക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരൻ നേരിട്ട് പോയി ഓരോരുത്തരോട് സംസാരിച്ച് കണ്ട് അവരെ വിളിച്ച് ആ ഒരു ബ്ലാക്ക് ബോൾസ് എന്ന് പറയുന്ന ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ സെനോ നമ്മുടെ യാമിനെ കുത്തി നിർത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാനാണ് ഒരു വീട് കണ്ടുപിടിച്ചത് എനിക്ക് വേണ്ടി, എന്നെ പോലുള്ളവർക്ക് വേണ്ടി. അന്ന് യാമി ആ സെനോന്റെ അറ്റാക്ക് കാരണം ഒന്നും ചെയ്യാൻ മേലാതെ കിടക്കുന്ന സമയത്ത് യാമി മറ്റുള്ളവരോട് പറഞ്ഞത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണ്. ഡാർക്ക് മാജിക് വളരെ ഗംഭീരം തന്നെ. നിന്റെ മാജിക്കിന് അണ്ടർവേൾഡിലെ മാജിക്കുമായിട്ട് വളരെയധികം സാമ്യതയുണ്ട്. നിന്റെ മാജിക് യൂസ് ചെയ്ത് താഴെയുള്ള ലോകവും ഈ ലോകവുമായിട്ട് എനിക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. നീ ശരിക്കും ചൂസനായിട്ടുള്ള ഒരുത്തനാണ്. മരണവും സങ്കടവും സഹതാവും എല്ലാം തന്നെ നീ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. നീ ശരിക്കും ഒരു ചൂസൺ വണ്ണാണ്. ഇതെല്ലാം നമ്മുടെ യാമയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുവാണ്. അങ്ങനെ പുള്ളിക്കാരൻ പതുക്കെ എന്തോന്ന് കണ്ണ് തുറക്കും. കണ്ണ് തുറക്കാൻ നേരത്ത് കാണുന്നത് നമ്മുടെ ഹെൻറിയുടെ ആ ഒരു ബിൽഡിംഗ് ആണ്. മോറിസായിട്ട് ചോരയിൽ കുളിച്ച് ബോധം പോയി അവിടെ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ ചിരിക്കാൻ തുടങ്ങും. നന്നായിട്ട് എന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്കൊക്കെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ബ്ലാക്ക് ബുൾസ് എല്ലാവരും അതേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ യാമിന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. പുള്ളിക്കാരായിട്ട് പതുക്കെ ഒന്ന് ചിരിച്ചുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെ ആടാന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അതേസമയം നമ്മുടെ നാച്ച് മേളിലിരിപ്പുണ്ട്. ഈ സത്യം പറഞ്ഞാൽ കൈവിട്ട കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ യാമി, പക്ഷേ എന്നിട്ടും എനിക്ക് നിന്നോട് റെസ്പെക്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്യും. എന്നാൽ ആ നിമിഷം തന്നെ അണ്ടർവേൾഡിലേക്കുള്ള ഗേറ്റ് പെട്ടെന്ന് ഓപ്പൺ ആകുന്നുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാളെ വരാൻ പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും കാത്തിരിക്കണം. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം പറയാൻ മറക്കണ്ട. ഇതൊരു പേഴ്സണൽ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം ചോദിച്ച് കറക്റ്റ് ആയിട്ട് ഉത്തരം ഞാൻ മെൻഷൻ ചെയ്തൊരു ചോദ്യം കൂടിയാണ്. ബ്ലാക്ക് ക്ലോവേഴ്സിലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറിന്റെ പേരെന്താണെന്ന് താഴെ കമന്റ് ചെയ്ത് പറയൂ.